കണ്ടോ, ചക്ര നമ്പർ 1. ഇതേ അവിടെ ഒരാളുണ്ട്, ചക്ര നമ്പർ 2. ഈ 2 ചക്രാസും കാണാതെ എടുത്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ഈ PGയിലെ പഠിത്തത്തിൻ്റെയും എക്സാമിൻ്റെ ഒക്കെ ഇടയിൽ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കുക, കോഫി കുടിക്കുക, ബൂസ്റ്റ് കുടിക്കുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ചായ കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് ബോറടിച്ചെന്നും ഇരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ചായ കുടി. അങ്ങനെ ഞങ്ങൾ കോളേജിലൊക്കെ പോയി റൂമിൽ വന്ന് ഫ്രഷൊക്കെ ആയി ഒന്ന് ചുറ്റാനായിട്ട് ഇറങ്ങി. ഇനി അവിടെ ഇരുന്നിട്ട് ഒരു റീൽസ് ആയാലോ? അങ്ങനെ റൂമിലിരുന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം വ്യൂവേഴ്സിൻ്റെ സ്ഥിരം ചോദ്യത്തിനുള്ള മറുപടി ആയിക്കോട്ടെ എന്ന് കരുതി. അതായത്, എന്താണ് റീൽസ് ഇടാത്തെ? ഒത്തിരി നാളായല്ലോ വീഡിയോസ് കണ്ടിട്ട്, എങ്കിൽ പിന്നെ സ്വന്തമായിട്ടൊരു റീൽ ഇടാലോ എന്നൊക്കെ കരുതി ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ ഇടത്. അപ്പോഴേക്കും നല്ല വിശപ്പ്. അങ്ങനെ PGയിൽ താഴെ പോയി നോക്കിയപ്പോഴോ വെജിറ്റബിൾ ഇല്ലാത്ത സാമ്പാറും ഉപ്പില്ലാത്ത രസവും ദാല് കറിയും. എങ്കിൽ പിന്നെ അടുത്തൊരു മലയാളി കടയുണ്ടെന്ന് അറിഞ്ഞു. അവിടെ പിന്നെ ഫ്രണ്ട്സുമായിട്ട് പോയി കേരള ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതി സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും പോയി. PGയിലെ പച്ചരിച്ചോറ് കഴിച്ചിടുന്ന ഞങ്ങൾക്ക് ഈ കേരള ഫുഡ് കണ്ടപ്പോഴേ 5 സ്റ്റാർ ഹോട്ടലിലെ പ്രതീതിയാണ്. ചോറും അവിയലും സാമ്പാറും പച്ചടിയൊക്കെ കണ്ടപ്പോൾ അതിയായ സന്തോഷം. പിന്നെ ഞാൻ കൊല്ലം കാര്യാന്ന് അറിഞ്ഞപ്പോഴേ ഈ സെർവ് ചെയ്യുന്ന പയ്യനെ എന്തോ ഒരു പുച്ഛഭാവം. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞങ്ങൾ ഇറങ്ങി. ഇനി ചായ കുടിക്കുമ്പോൾ കാണാം. അങ്ങനെ വൈകുന്നേരം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ നിൽക്കുന്നു ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് പയ്യന്മാർ. എങ്കിൽ പിന്നെ അവന്മാരോട് പോയിട്ട് 1-2 ചായ കുടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ചായ കുടിച്ചു. സത്യം പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ വന്നാലേ ഞങ്ങളുടെ ആ ഒരു ബോറിംഗ് ലൈഫ്, പഠനം, PG, ഫുഡ്, അതിൽ നിന്നൊക്കെ ഏക ആശ്വാസം ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന ഈ ചായയും ബൂസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഹലോ, ഈ കോലത്തിൽ നിന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫ്രണ്ട്സ് എല്ലാവരായി തട്ടുകടയിൽ പോയി ദോശയും ഓംലെറ്റും കഴിച്ചു. അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്ഥലമായിരുന്നു, അതുകൊണ്ട് ഫുഡും വലിയ കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. വൈകുന്നേരത്ത് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ഇവളാണ് കേക്ക് കൊതിച്ച് എപ്പോൾ പോയാലും ഞങ്ങൾക്ക് കേക്ക് വാങ്ങിത്തരലാണ് ഇവളുടെ മെയിൻ പരിപാടി. ഒരാൾ ഇവിടെ ഓടി ഒളിക്കുന്നുണ്ടോ, നാടൻ കൊണ്ടാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ടീ സ്പോട്ടായ ഒരു മലയാളിക്കടയുണ്ട്, അവിടെയാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ IT കുട്ടികളുണ്ടാവും, അവരെയൊക്കെ കാണാം, സംസാരിക്കാം, പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല ചായയും കോഫിയും ബൂസ്റ്റും ഒക്കെ കഴിക്കാം. പിന്നെ കുറേ മലയാളി നമ്മുടെ ചേട്ടന്മാരുണ്ടാക്കുന്ന സ്നാക്സ് കഴിക്കാം. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ അവിടെ, നല്ലൊരു റിലാക്സേഷനാണ്. ഞങ്ങളുടെ ഈ ഒരു ബാംഗ്ലൂർ ലൈഫിൽ പഠിത്തത്തിനിടയിൽ ഞങ്ങൾക്ക് ആകെ കിട്ടുന്നൊരു റിലാക്സേഷൻ ഈ ഒരു ചായ കുടിക്കാൻ പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴും ഉള്ളതാണ് കേട്ടോ. ഹോസ്റ്റലിലെ ഫുഡ് ഒട്ടും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്. ഞാനങ്ങനെ ഭക്ഷണത്തിനെ കുറ്റം പറയുന്നതല്ല, നമ്മളുടെ PGയിലെ ഫുഡ് വളരെ മോശമാണ് കേട്ടോ. നോർമലി എല്ലാ ഹോസ്റ്റലിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ 5-6 പേര് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ പോയി. ഈ കുരുപ്പ് എന്താ ഇതിനിടയ്ക്ക് കാണിക്കുന്നത്? ഈ കുരുപ്പ് ഇടയ്ക്ക് ഒരു കൊച്ചു കുട്ടികളെ പോലെയാണ് കേട്ടോ. അവൾ ഭയങ്കര രസമാണ്. 2-3 പേരുണ്ട്, കൊച്ചു കുട്ടികളാണ്. കൊച്ചുകുട്ടി എന്ന് വെച്ചിട്ട് പ്രായം ഭയങ്കര കുറവൊന്നുമല്ല, എങ്കിലും കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. നല്ല രസമാണ് കേട്ടോ. കൊഞ്ചിക്കലും കൊഞ്ചലും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യും. ഇപ്പോൾ ഒരു റീൽസ് ചെയ്യാൻ സമയമായി, എങ്കിൽ പിന്നെ ഒരു റീൽസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് ഫുഡ് എത്തി. യൂബർ വിളിച്ച് കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ കോളേജിൽ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വ്യക്തിയുണ്ടോ, ഓട്ടോ ഡ്രൈവർ. എക്സ്ട്രാ ചാർജ് വാങ്ങിയെന്ന് ചോദ്യം ചെയ്ത എന്നെ അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്തു. എങ്കിൽ പിന്നെ പുള്ളിയുടെ വീഡിയോ എടുക്കാമല്ലോ എന്ന് ഞാനും കരുതി.
പഠിക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയും കൊണ്ട് ഞാൻ ഒഫ്താൽമോളജിസ്റ്റ് അടുത്ത് പോയതാണ്. ഇനി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോവുകയാണ്, ഷോപ്പിങ്ങിന് പോകുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. PGയിൽ നിന്ന് ഞങ്ങൾ 2 വണ്ടികളിലായിട്ടാണ് ഇറങ്ങിയത്. ഞാനും ഇവളും ഒരു വണ്ടിയിലും, ബാക്കിയുള്ളവർ അടുത്ത വണ്ടിയിലും. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വണ്ടിയിൽ തന്നെ ഇവിടെ എത്തി. കുറേ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അവരും എത്തി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഷോപ്പ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷൊക്കെ എത്ര കണ്ടാലും വാങ്ങിയാലും മതിയാവില്ല. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് 1-2 ഡ്രസ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനൊരു ഗ്രീൻ കളർ ഡ്രസ്സ്, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എങ്കിൽ പിന്നെ ഫംഗ്ഷൻ ആ ഒരു ഡ്രസ്സ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഡ്രസ്സ് വാങ്ങിയത്. അതെനിക്ക് ഇട്ട് നോക്കിയപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ അത് വാങ്ങാമല്ലോ എന്ന് കരുതി ഞാൻ അത് വാങ്ങി. ഈ കാണുന്ന ഡ്രസ്സ് കണ്ടോ. ഞങ്ങൾ എല്ലാവരും ഷോപ്പിങ്ങിന് വന്നത് നാളെ, അതായത് ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഈ ഡ്രസ്സ് എടുത്തു. അങ്ങനെ ഞങ്ങൾ സുഡിയോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് മറ്റ് പല കടകളിൽ കയറി അല്ലറ ചില്ലറ ഷോപ്പിംഗ് കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ്.
അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് അലഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ടീ കുടിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. ഇത് അവരുടെ ദൈവമാടാ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടോ അവള്. ഇത് കണ്ടോ, ഇവിടെ എൻ്റെ മുത്തുമണീസ് മത്സരിച്ചാണ് കേട്ടോ എനിക്കിവിടെ ഉമ്മ തരുന്നത്. La 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 la. Da da da. Da da da. Da 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 la 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 la. Da da da. Da da da. വീഡിയോ ആണേ. അപ്പൊ മെയിൻ ആളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് എൻ്റെ അടുത്ത ചക്ര. അപ്പൊ ഏകദേശം ഒരു 3-4 ചക്രാസിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വീഡിയോയിൽ കാണുന്നതല്ലേ. അപ്പൊ ഈ ചക്രക്കുട്ടിയുടെയാണ് ഇന്നൊരു സെലിബ്രേഷൻ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്നവരാണ് ഞങ്ങൾക്ക് ഈ റോഡിൽ നിന്നിട്ടുള്ള ഈ ഫോട്ടോ എടുപ്പും റീൽസ് എടുപ്പും ഒക്കെ. സിനിമാടി നാളെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയട്ടെ. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. കാരണം ഇതുവരെ ഞങ്ങൾ വീഡിയോയിൽ പരിചയപ്പെടുത്താത്ത കുറച്ച് മുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും ഞങ്ങളുടെ സെലിബ്രേഷൻ. പിന്നെ അത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്, അതും കൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നത്. അടിച്ച് പൊളിക്കുകയായിരിക്കും അവിടെ പോയിട്ട്. അപ്പോൾ എന്താണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ തന്നെ കൂടെ പഠിക്കുന്ന മെയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ്. അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് അവരുടെ അടുത്തേക്ക് എത്താറായി. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ നാളെ അപ്പൊ ബിറ്റും കൊണ്ട് പോകാൻ ഞങ്ങൾ വന്നത് പ്രമാണിച്ച് ഇവിടെ ഒരാൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുക.
ബാക്കി നമുക്കുള്ള ചോറും കറികളും ഫിഷ് ഐറ്റവും ഒക്കെ അടുത്ത ഒരു വീട്ടിലെ ചേച്ചിയാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ജെൻസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ നല്ല കുശാലായിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങളാണ് അവിടെ പച്ചരി ചോറും ദാലൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ഇവിടെ വെച്ച് നടത്താമെന്നുള്ള രീതിയിൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഫുഡെല്ലാം കുക്ക് ചെയ്ത് ചേച്ചി വെച്ചിട്ടുണ്ട്. ആ യെല്ലോ ഡ്രസ്സ് ഇട്ടതായിരിക്കണം ചേച്ചി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും കൂടി പോയി അത് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഞങ്ങൾ വന്ന ഇപ്പൊ എന്ത് ഫ്രണ്ട് ക്യാമറ ഇല്ലാതെ ബാക്ക് ക്യാമറയിൽ ഞാൻ എന്റെ വഴി തന്നപ്പോ ഫ്രണ്ട് ക്യാമറ ഒത്തിരി അപ്പോൾ ഇതൊക്കെയായിരുന്നു വിഭവങ്ങൾ. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു. നമ്മുടെ മെയിൻ ആളില്ലേ, എൻ്റെ ഒരു ചക്കര, പുള്ളിക്കാരിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് കേക്കൊക്കെ കൊണ്ടിവിടെ വന്നത്. അപ്പോൾ ഈ ഫുഡിന് കഴിച്ചതിനൊക്കെ ശേഷം കേക്ക് കട്ടിംഗ് ഉണ്ട്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് വെച്ചു. ഹോളിവുഡ് എന്റെ ഫേവറേറ്റ് സോങ്ങാ.
Call me a god. Call me a god. Call me a അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തു, ഡാൻസൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടാവുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഓണാവധിക്കായിട്ട് നാട്ടിലേക്ക് വരുമായിരുന്നു. സോ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ PGയിലേക്ക് പോയി. പടകമടിച്ച് പണ്ടിയ പടകേറിവാ കൗണ്ടരെ മുരശി മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. പതിവ് പോലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങി, ചിലർ ജ്യൂസ് കുടിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അടുത്തടുത്തടുത്ത് PGകളിലായിട്ടാണ് താമസിക്കുന്നത്. നമ്മൾ ചായ കുടിക്കാനൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഓരോരുത്തരെ കാണും. അപ്പോൾ അവരെ വിളിച്ചിട്ട് പോയിട്ട് നമ്മൾ ചായ കുടിക്കും. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ബാംഗ്ലൂരിൽ. ഓണാവധിക്കായിട്ട് നമ്മളിപ്പോൾ നാട്ടിലോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കോളേജിലേക്ക് എത്തുക. ഇന്നിപ്പോൾ രാത്രിയായി. ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടി. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. ഇനി ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പലരും പല വഴിക്കായിട്ട് പിരിയുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചിലർ കാറിൽ, ചിലർ ട്രെയിനിൽ, ചിലർ ഫ്ലൈറ്റിലായിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇനി ഞങ്ങൾ വീണ്ടും ഓണത്തിന് ശേഷമായിരിക്കും കോളേജിലേക്ക് വരിക. അന്നേ ഞങ്ങൾക്ക് ഇനി എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഫുഡ് എല്ലാവരും ഒരുമിച്ച് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു റെസ്റ്റോറൻറ്റിൽ കൂടിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ യൂട്യൂബിന് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. എല്ലാവരും മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ലൈഫ് ലോങ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന തരം ആളുകളാണ്.
എങ്കിൽ ഇതിൽ തന്നെ പ്രായമുള്ളവരും ഉണ്ട്, പ്രായം കുറഞ്ഞവരും ഉണ്ട്. എല്ലാവരും ഒരേ മൈൻഡോടെ ഒരേ വൈബോടെയാണ് നമ്മൾ ക്ലാസ്സിലായാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പായാലും കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഫാമിലി ഉള്ളതുമാണ്, മക്കളുള്ളവരുമാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.